നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടുത്ത അധ്യയന വർഷത്തോടുകൂടി എല്ലാ വിദ്യാലയങ്ങളിലും പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിലുള്ള പ്രത്യേക പാഠപുസ്തകം നിർബന്ധമാക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. കുന്നംകുളത്ത് ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെ സ്ഥലത്ത് സജ്ജമാക്കിയ പ്രാക്ടീസ് ഗ്രൌണ്ടിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. സ്വരാജ് പുരസ്കാര മികവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ. നഗരസഭാ വിഭാഗത്തിൽ തുടർച്ചയായി 2ാം തവണയും ഗുരുവായൂരിന് അംഗീകാരം. ജില്ലയിൽ 4ാം തവണയും ഒന്നാമനായി എളവള്ളി പഞ്ചായത്ത്. മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള സ്വരാജ് അവാർഡ് സുർജിത് അയ്യപ്പത്തിന്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ചൊവ്വാഴ്ച ആരംഭിക്കും. കുതിരവേലയാഘോഷം മാർച്ച് 2, 3, 4, 5 തീയതികളിൽ. പെരുമ്പിലാവിൽ ബാറിൽ സംഘർഷം, യുവാവിന് മർദ്ദനമേറ്റു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ യുവാവ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. പ്രളയത്തിൽ തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിന് അനുവദിച്ച ഫണ്ട് സ്വന്തം ആവശ്യത്തിനായി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ ദുരുപയോഗം ചെയ്തതായി ആരോപണം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിനിടയാക്കി. വ്യാജ ലോട്ടറി തട്ടിപ്പ് വീണ്ടും. എളവള്ളി താമരപ്പള്ളിയിൽ വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകി വിൽപ്പനക്കാരനിൽ നിന്നും പണം തട്ടിയെടുത്തു. വാർത്തകൾ വിശദമായി. അടുത്ത അധ്യയന വർഷത്തോടുകൂടി എല്ലാ വിദ്യാലയങ്ങളിലും പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിലുള്ള പ്രത്യേക പാഠപുസ്തകം നിർബന്ധമാക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. കുന്നംകുളത്ത് ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെ സ്ഥലത്ത് സജ്ജമാക്കിയ പ്രാക്ടീസ് ഗ്രൌണ്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയേറി വരികയാണ്. അതിനനുസൃതമായ മാറ്റം സ്കൂൾ തല വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകണമെന്ന ആശയത്തിന്റെ ഭാഗമായാണ് ഹെൽത്തി കിഡ്സ് പാഠപുസ്തകം പുതിയ അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുന്നംകുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുതാര്യമായ പ്രവർത്തനത്തോടൊപ്പം തന്നെ കായിക പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ട്. ഇത്രയും സ്ഥലം ലഭ്യമായതുകൊണ്ട് തന്നെ ഈ സാധ്യത നല്ല രീതിയിൽ തന്നെ കായിക വകുപ്പ് ഉപയോഗപ്പെടുത്തി അടിസ്ഥാന സൗകര്യ വിഷയങ്ങൾ വികസിപ്പിക്കുകയാണ്. ജില്ലയിലെ തന്നെ ആദ്യത്തെ സിന്തറ്റിക് ട്രാക്കാണ് നമ്മൾ കുന്നംകുളത്ത് തുടങ്ങിയത്. ഫുട്ബോൾ കിക്ക് ഓഫ് ചെയ്തുകൊണ്ടാണ് പ്രാക്ടീസ് ഗ്രൌണ്ടിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS ഷമീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ്, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, വാർഡ് കൌൺസിലർ ബിജു സി ബേബി, തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ K കൊച്ചനിയൻ, PI തോമസ്, പ്രഭാകരൻ പുഴയ്ക്കൽ, P കമറുദ്ദീൻ, VG അനിൽ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, സ്കൂൾ പ്രിൻസിപ്പൽ P റസിയ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന കായികമേളയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നടത്തി. സീനിയർ ഗ്രൌണ്ടിലെ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾക്കെത്തുന്ന കായിക താരങ്ങൾക്ക് പരിശീലനത്തിനും ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കളിക്കാനുമാണ് പ്രാക്ടീസ് ഗ്രൌണ്ട് എന്ന പേരിൽ പുതിയ കളിക്കളം തയ്യാറാക്കിയത്. 56 ലക്ഷം രൂപ ചെലവഴിച്ച് ചുറ്റുമതിലും നടപ്പാതയും സ്ട്രീറ്റ് ലൈറ്റും, 70 ലക്ഷം രൂപ ചെലവഴിച്ച് ഫുട്ബോൾ കോർട്ട്, സുരക്ഷാവേലി, ക്രിക്കറ്റ് നെറ്റ്സ്, ഡിസ്കസ് റിംഗ്, ഗാലറി തുടങ്ങിയവയുടെ നിർമ്മാണവുമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. കുന്നംകുളത്ത് നഗരസഭാ കൌൺസിലറുടെ ഭർത്താവിന് നേരെ ആക്രമണം. കോൺഗ്രസ് കൌൺസിലർ മിഷയുടെ ഭർത്താവ് സെബാസ്റ്റ്യന് നേർക്കാണ് ആക്രമണമുണ്ടായത്. സെബാസ്റ്റ്യൻ നടത്തുന്ന വ്യാപാര സ്ഥാപനത്തിൽ കയറി ബ്ലേഡ് കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. കുറുക്കൻപാറ സ്വദേശിയാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. സെബാസ്റ്റ്യനെ കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെരുമ്പിലാവിൽ ബാറിൽ സംഘർഷം, യുവാവിന് മർദ്ദനമേറ്റു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച രാത്രിയാണ് സംഭവം. ഷക്കീർ ബാറിലെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ മുതിരുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ബാറുടമ ഇത് സംബന്ധിച്ച് കുന്നംകുളം പോലീസിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. ഞായറാഴ്ചയും സമാനമായ രീതിയിൽ ഭീഷണി മുഴക്കി അക്രമാസക്തനായതോടെയാണ് സംഘർഷമുണ്ടായത്. ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഷക്കീറിനെ മർദ്ദിച്ചത്. റോഡിൽ വെച്ച് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. പരിക്കേറ്റ യുവാവിനെ ആദ്യം പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ചൊവ്വാഴ്ച ആരംഭിക്കും. കുതിരവേല മാർച്ച് 2, 3, 4, 5 തീയതികളിലാണ് ആഘോഷിക്കുക.
മണിമലർക്കാവ് കുതിരവേല പ്രസിദ്ധമായ നാട്ടുത്സവങ്ങളിലൊന്നാണ്. കുംഭമാസത്തിലെ അശ്വതി, ഭരണി, കാർത്തിക നാളുകളിലാണ് ആഘോഷിക്കുന്നത്. അശ്വതി, ഭരണി നാളിൽ വിവിധ ദേശക്കുതിരകളും ഉത്സവക്കുതിരകളും ക്ഷേത്രത്തിലെത്തും. ഭരണിനാളിൽ തന്നെ പ്രസിദ്ധമായ അരിപ്പറയും അരിപ്പറമേളവും നടക്കും. ചൊവ്വാഴ്ച ആരംഭിക്കുന്ന പറയെടുപ്പ് 15 ദിവസങ്ങളിലായാണ് നടക്കുക. കുട്ടഞ്ചേരി, നെല്ലുവായ്, എരുമപ്പെട്ടി, കരിയന്നൂർ, തോന്നല്ലൂർ, പാത്രമംഗലം, കിരാലൂർ, കാരൂർ, മുണ്ടത്തിക്കോട്, കുട്ടംകുളം, വേലൂർ, പുലിയന്നൂർ, ആദൂർ, എയ്യാൽ, ചെമ്മന്തിട്ട, തണ്ടിലം, കുറുവന്നൂർ, കുറുമാൽ, തലക്കോട്ടുകര, വെള്ളാറ്റഞ്ഞൂർ, തയ്യൂർ, പഴവൂർ, വെങ്ങിലശ്ശേരി എന്നീ ദേശങ്ങളിലാണ് പറയെടുക്കുക. മാർച്ച് 4-ന് കുറൂർ മനപ്പറമ്പിലെ പറയ്ക്ക് ശേഷം പറയെടുപ്പ് സമാപിക്കും. ഭരണിവേലയിൽ സന്ധ്യയ്ക്ക് ക്ഷേത്രനടയിൽ അരിപ്പറ ചൊരിയും. തുടർന്ന് ചരിത്രപ്രസിദ്ധമായ അരിത്താലവും അരിപ്പറമേളവും നടക്കും. മാർച്ച് 3-ന് അശ്വതിവേല മുതൽ കുതിരകൾ ക്ഷേത്രത്തിലെത്തും. വേലൂർ തിരിക്കുതിര, കുട്ടിക്കുതിര, വേലൂർ വെങ്ങിലശ്ശേരി ദേശം, അയ്യപ്പൻകാവ് കുട്ടിക്കുതിര, തെക്കേമഠം ദേവസ്വം, ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം, അമ്പലവട്ടം ദേശക്കുതിര എന്നിവയാണ് അശ്വതിവേലയിൽ ക്ഷേത്രത്തിലെത്തുക. ഭരണിവേലയിൽ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രമംഗലം, പഴവൂർ, വെള്ളാറ്റഞ്ഞൂർ, കരിയന്നൂർ ദേശങ്ങളിൽ നിന്നും വേലൂർ തെക്കുമുറി വാഞ്ചു നഗർ, ഹഷ്മി നഗർ, ഐമു നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ ശാന്തിനഗർ തുടങ്ങിയ കുതിര സമുദായങ്ങളുടെയും കുതിരകൾ ഭരണിവേല കീഴടക്കും. കാർത്തികവേലയിൽ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. മേൽശാന്തി നാരായണൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിക്കും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസ് പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് പെരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും. കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപം രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് കാറിനു പുറകിലിടിച്ച അപകടം 3 പേർക്ക് പരിക്കേറ്റു. ആംബുലൻസ് ഡ്രൈവർക്കും കാർ ഡ്രൈവർക്കും ആംബുലൻസിൽ രോഗിയോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കുമാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 8:30യോടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മലങ്കര ആശുപത്രിയുടെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. മുൻപിൽ പോവുകയായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ നിയന്ത്രണം വിട്ട ആംബുലൻസ് കാറിനു പുറകിൽ ഇടിക്കുകയായിരുന്നു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രളയത്തിൽ തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിന് അനുവദിച്ച ഫണ്ട് സ്വന്തം ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്ത എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിനിടയാക്കി. മങ്ങാട് പള്ളിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് സെന്ററിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPM നേതാവ് കൂടിയായ S. വസന്തലാൽ റീബിൽഡ് കേരളയുടെ 1.5 കോടി രൂപ ദുരുപയോഗം ചെയ്ത് സ്വന്തം സ്ഥലത്തിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചെന്നും വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചെന്നും K. അജിത് കുമാർ ആരോപിച്ചു. നമുക്കറിയാം, എരുമപ്പെട്ടി പഞ്ചായത്തിൽ നിരവധി റോഡുകൾ പ്രളയത്തിൽ തകർന്ന റോഡുകളുണ്ട്. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അത് പരമ്പരാഗതമായി വസന്തലാലിനും അദ്ദേഹത്തിന്റെ പൂർവികർക്കും ഒക്കെ അതാണ് ശീലം. അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോഴാണ് എയ്ഡഡ് സ്കൂളിന് സർക്കാർ ഫണ്ട് കൊടുക്കാൻ പാടില്ലെന്ന് അറിഞ്ഞിട്ടും എയ്ഡഡ് സ്കൂളിന് MLA ഫണ്ട് അനുവദിച്ച് സ്കൂളിൽ കെട്ടിടപണിത കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ ആ സ്കൂൾ വായനശാലയുടെയാന്ന് പേരിന് പറയാമെന്ന് മാത്രം. പക്ഷേ വസന്തലാലും കുടുംബവുമാണ് അതിന്റെ മേൽനോട്ടം നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് അറിയാം. അതുപോലെ തന്നെയാണ് ഇപ്പോ പ്രളയത്തിന്റെ ഫണ്ട് കിട്ടിയപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിലോ മറ്റോ ചർച്ച ചെയ്യാതെ അദ്ദേഹത്തിന്റെ വീടിന്റെ പറമ്പ്, പുറമ്പോക്കടക്കമുള്ള ആ സ്ഥലം മതില് കെട്ടി സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷനായി. കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, TK ദേവസി, PS സുനീഷ് എന്നിവർ പങ്കെടുത്തു. പ്രതിഷേധ യോഗത്തിനു ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. പിന്നീട് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. ഉന്തിലും തള്ളിലും ഏതാനും ചില പ്രവർത്തകർക്കും ഒരു പോലീസ് ഓഫീസർക്കും നിസ്സാര പരിക്കുപറ്റി. മാർച്ചിന് MC ഐജു, NK കബീർ, അജു നെല്ലുവായ്, KR രാധിക,
സുജാത തുളസി, റീന വർഗീസ്, അമൃത ഷിജു, കെ ഗോവിന്ദൻകുട്ടി, AU മനാഫ്, MM നിഷാദ്, ഫ്രിജോ വടക്കൂട്ട്, സതീഷ് ഇടമന, നജീബ് കൊമ്പത്തേയിൽ, PM യൂസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോട്ടപ്പടി കപ്പിയൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂരാഘോഷത്തിന് സമാപനമായി. ഞായറാഴ്ച വിശേഷാൽ പൂജകൾക്ക് കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ദേവിയുടെ കോലം സമർപ്പണം, പൂത്താലം വരവ് എന്നിവ നടന്നു. നടക്കൽ പറവെപ്പും ഉണ്ടായി. വൈകിട്ട് ദേശപൂരങ്ങൾ ക്ഷേത്രനടയിൽ സംഗമിച്ചു. കോട്ടപ്പടി സന്തോഷ് മാരാർ, ചൊവ്വല്ലൂർ ഗംഗാധരൻ, ചൊവ്വല്ലൂർ സുനിൽ എന്നിവർ നയിച്ച പാണ്ഡിമേളത്തോടെ പകൽപൂരം കൂട്ടിയെഴുന്നള്ളിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 12 ഗജവീരന്മാർ അണിനിരന്നു. തുടർന്ന് താഴത്തേക്കാവിൽ വേലകയറ്റത്തിൽ കരിങ്കാളിക്കൂട്ടങ്ങൾ അണിനിരന്നു. രാത്രി കേളി, തായമ്പക എന്നിവയും ഉണ്ടായിരുന്നു. പുലർച്ചെ 3 മണിക്ക് വിവിധ ദേശങ്ങളിൽ നിന്നും താലത്തോടുകൂടിയ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് വടക്കേ നടയിൽ ഗുരുതി തർപ്പണത്തിന് ശേഷം കൊടിയിറക്കിയതോടെ പൂരാഘോഷത്തിന് സമാപനമായി. ക്ഷേത്രം പ്രസിഡന്റ് കെ ശ്രീകൃഷ്ണൻ, സെക്രട്ടറി ഇ വേണുഗോപാൽ, ട്രഷറർ കോമത്ത് നന്ദനൻ, ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭാ പ്രദേശത്ത് അനധികൃതമായി വെച്ച ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശം ഉത്തരവിലൂടെ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ തടഞ്ഞുവെന്നാരോപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് സമർപ്പിച്ച പരാതിയിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഫെബ്രുവരി 27-ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടു. പരാതിയിൽ കോടതി വിശദീകരണം തേടിയിരുന്നു. എന്നാൽ കോടതി ഉത്തരവുള്ളത് അറിയില്ലെന്ന സത്യവാങ്മൂലമാണ് ചെയർപേഴ്സൺ ഫയൽ ചെയ്തത്. തുടർന്ന് കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ചെയർപേഴ്സൺ സമർപ്പിച്ച സത്യവാങ്മൂലം തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലാണ് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചത്. വ്യാജ ലോട്ടറി തട്ടിപ്പ് വീണ്ടും. എളവള്ളി താമരപ്പിള്ളിയിൽ വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകി വിൽപ്പനക്കാരനിൽ നിന്നും പണം തട്ടിയെടുത്തു. താമരപ്പിള്ളി ചെറുഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം ലോട്ടറി വിൽപ്പന നടത്തുന്ന തമിഴ്നാട് സ്വദേശി മണിയിൽ നിന്നാണ് പണം തട്ടിയത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. 12-ാം തീയതിയിലെ 50-50 ലോട്ടറി 12 എണ്ണം അടങ്ങുന്ന ഒരു സെറ്റായാണ് തട്ടിപ്പുകാരൻ ബൈക്കിലെത്തിയത്. ടിക്കറ്റിൽ സമ്മാനമുണ്ടെന്നും പണം നൽകണമെന്നും ലോട്ടറി വിൽപ്പനക്കാരനായ മണിയോട് ആവശ്യപ്പെട്ടു. 1800 രൂപയ്ക്ക് മണിയുടെ കയ്യിൽ നിന്ന് പുതിയ ലോട്ടറി ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. ബാക്കി തുകയായ 6200 രൂപ വാങ്ങി ഇയാൾ കടന്നുകളയുകയായിരുന്നു. ഇയാൾ പോയ ശേഷം മണി ലോട്ടറി മാറുന്നതിനായി പൂവത്തൂരിലെയും ഗുരുവായൂരിലെയും ലോട്ടറി ഏജൻസിയിലെത്തി ടിക്കറ്റുകൾ സ്കാൻ ചെയ്തപ്പോഴാണ് ഫോട്ടോ കോപ്പി ടിക്കറ്റുകളാണ് നൽകിയതെന്ന് മനസ്സിലായത്. മുണ്ടും ഷർട്ടുമാണ് ബൈക്കിലെത്തിയ ആളുടെ വേഷം. മുഖം മറയ്ക്കുന്നതിനായി ഹെൽമറ്റ് മാറ്റാതെയാണ് ഇയാൾ മണിയുടെ അടുത്തെത്തിയത്. ആലപ്പുഴ ജില്ലയിലെ ലോട്ടറി ഏജൻസിയുടെ സീൽ സഹിതം വ്യാജ ടിക്കറ്റിൽ പതിപ്പിച്ചിരുന്നു. തമിഴ്നാട് സ്വദേശിയായ മണി 8 വർഷമായി താമരപ്പിള്ളിയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്നുണ്ട്. മൊത്തം വരുമ്പോൾ ഒരാൾ വന്നിട്ട് ബൈക്കുമേ മാസ്ക് ഹെൽമെറ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രൈസ് ടിക്കറ്റ് നോക്കാൻ പറഞ്ഞ് എന്നോട് പറഞ്ഞ് ഞാൻ ബാക്ക് സൈഡിൽ ആളുടെ കയ്യിൽ കൊടുത്തു. ആൾ നോക്കിയിട്ട് പറഞ്ഞ് പ്രൈസ് ഉണ്ടെന്ന്. എന്നിട്ട് ഞാൻ എന്താ ചെയ്തു, നോക്കിയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ടിക്കറ്റ് 2000 വെച്ചിട്ടായിരുന്നു. എന്നിട്ട് 4 ടിക്കറ്റാണ് മാറി കൊടുത്തോളൂ. 6200 പൈസ 4 സെറ്റ് ടിക്കറ്റും കൊടുത്തു. അങ്ങനെ 8000 രൂപ കയ്യിൽ കൊടുത്തു. പിന്നെ അത് കൊണ്ടുപോയിട്ട് നോക്കിയപ്പോൾ ഫോട്ടോസാട്ടെന്ന് പറഞ്ഞു. പാവർട്ടി പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാടുള്ള ലോട്ടറി തൊഴിലാളി ഗോപിയെ കബളിപ്പിച്ച് സമാനമായ രീതിയിൽ പണം കവർന്നിരുന്നു. മാലിന്യമുക്തം നവകേരള ക്യാമ്പയിനിലൂടെ പുളിച്ചിറക്കെട്ടിന് പുനർജീവനേകി ചാവക്കാട് നഗരസഭ. കുളവാഴ നിറഞ്ഞതിനെ തുടർന്ന് മലിനമായ പുളിച്ചിറക്കെട്ടിലെ കുളവാഴ നീക്കം ചെയ്ത് ശുചീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ക്യാമ്പയിന്റെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് കുളവാഴ നീക്കം ചെയ്തത്. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ കെ മുബാറക് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, വിദ്യാഭ്യാസ കലാകായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, മുൻ ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ MR രാധാകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ ജീന രാജീവ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് കുളവാഴ പൂർണ്ണമായും നീക്കം ചെയ്തു. ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. കുളം വൃത്തിയാക്കിയതിനു പുറമെ ഈ ജലാശയത്തിന്റെ നവീകരണത്തിനുള്ള പദ്ധതികളും നഗരസഭ ആവിഷ്കരിച്ചിട്ടുണ്ട്.
വികസനം എന്നത് കെട്ടിടങ്ങളും റോഡുകളും മാത്രമല്ല, മാലിന്യ സംസ്കരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശിശു വയോജന ക്ഷേമവും എല്ലാം ചേർന്നതാണെന്ന് തെളിയിച്ച ഗുരുവായൂർ നഗരസഭയ്ക്ക് സംസ്ഥാന തലത്തിൽ വീണ്ടും സ്വരാജ് പുരസ്കാരം. മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് തെളിയിക്കുക മാത്രമല്ല, മാലിന്യമലകൾ കിടന്നയിടം പൂവാടികളും കുട്ടികളുടെ പാർക്കുമെല്ലാമാക്കി മാറ്റി നാടിന് മാതൃക തീർത്ത ഭരണ മികവിനു കൂടിയാണ് അംഗീകാരം. മികവുറ്റ നിലയിലാണ് അവാർഡ് നിർണയിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച പദ്ധതി വിഹിതത്തിന്റെ വിനിയോഗത്തിന് പുറമെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലെ പുരോഗതി, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് വിനിയോഗം, മാലിന്യ സംസ്കരണം എന്നിവയും സ്വരാജ് ട്രോഫി നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഇപ്രാവശ്യം നമ്മൾ ഉൾപ്പെടുത്തി. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് വിദഗ്ധ സമിതി പരിശോധിച്ച് അവാർഡ് നിശ്ചയിക്കുന്നത്. മികച്ച മുനിസിപ്പാലിറ്റി ആകെ 250 മാർക്കാണ്. 250 മാർക്കിൽ 168 മാർക്ക് നേടിയ തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാണ് ഒന്നാം സ്ഥാനം. പ്ലാൻ ഫണ്ട് ചിലവഴിക്കലും വസ്തുനികുതി പിരിവുമാണ് നേരത്തെ പുരസ്കാരത്തിന് അളവുകോലായിരുന്നത്. ഇപ്പോൾ മാലിന്യ സംസ്കരണം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കേന്ദ്ര ഫണ്ടുകളുടെ വിനിയോഗം എന്നിവയും മാനദണ്ഡങ്ങളായിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങളിൽ ഗുരുവായൂരിന്റെ പ്രവർത്തനം മറ്റ് നഗരസഭകളേക്കാൾ ഏറെ മുന്നിലാണ്. അമൃത്, പ്രസാദ് തുടങ്ങിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ദേശീയ നഗര ഉപജീവന മിഷന്റെ പദ്ധതികളുമെല്ലാം മികച്ച രീതിയിൽ നടപ്പാക്കിയത് ഗുരുവായൂരിലായിരുന്നു. അമൃത് പദ്ധതിയിലെ ഗുരുവായൂരിന്റെ മികവിന് പലതവണ ദേശീയ അംഗീകാരങ്ങൾ ഇതിനോടകം ലഭിച്ചു. ദേശീയ പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രം എന്ന നിലയ്ക്ക് ഒരു വർഷം കോടിക്കണക്കിന് പേർ വന്നു പോകുന്ന നഗരത്തെ ശുചിയായി നിലനിർത്തുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നിട്ടും നാടിനാകെ മാതൃകയാകുന്ന വിധത്തിൽ ഗുരുവായൂർ ഈ മേഖലയിൽ വിജയം കൈവരിച്ചിരുന്നു. മാലിന്യ സംസ്കരണത്തിലെ ഗുരുവായൂർ മാതൃക പലയിടങ്ങളിലും ചർച്ചയായിട്ടുമുണ്ട്. കഴിഞ്ഞ 25 വർഷമായി LDF ആണ് നഗരസഭ ഭരിക്കുന്നത്. സംസ്ഥാന മുനിസിപ്പൽ ചെയർമാൻ ചേംബറിന്റെ അധ്യക്ഷൻ കൂടിയാണ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്. ജില്ലയിൽ 4ാം തവണയും ഒന്നാമനായി എളവള്ളി പഞ്ചായത്ത്. പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെയും സെക്രട്ടറി തോമസ് ഏലിയാസ് രാജിന്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് എളവള്ളി പഞ്ചായത്തിനെ ജില്ലയിലെ മികച്ച പഞ്ചായത്താക്കി മാറ്റിയത്. 2020-21 വർഷത്തെ സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി 2ാം സ്ഥാനവും 2021-22, 22-23, 2023-24 വർഷങ്ങളിൽ ജില്ലയിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി 1ാം സ്ഥാനവും നേടാനായതിന്റെ അഭിമാന നേട്ടത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും. ഭൂരഹിത ഭവനരഹിതർക്ക് ലൈഫ് ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിന് 2.26 ഏക്കർ സ്ഥലം പഞ്ചായത്ത് സ്വന്തമാക്കിയിരുന്നു. 40 പുതിയ കോൺക്രീറ്റ് റോഡുകൾ നിർമ്മിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. MLA ഫണ്ടും മറ്റ് സർക്കാർ ഫണ്ടുകളും ലഭ്യമാക്കി മറ്റം ചേലൂർ വാഗ റോഡും പാവർട്ടി ചിറ്റാട്ടുകര റോഡും BMBC നിലവാരത്തിൽ പൂർത്തിയാക്കി. താമരപ്പള്ളി ചൊവ്വല്ലൂർപടി റോഡിന്റെ നിർമ്മാണം നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപ വകയിരുത്തി പുരോഗമിച്ചു വരികയാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഡയപ്പർ സംസ്കരണ കേന്ദ്രം സ്ഥാപിച്ചത് വലിയ നേട്ടമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രശംസ നേടിയ ഈ പദ്ധതി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എളവള്ളി മോഡൽ എന്ന പേരിൽ നടപ്പാക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം പഞ്ചായത്തിന് ലഭിച്ച വലിയ അംഗീകാരമാണ്. ആധുനിക സൌകര്യങ്ങളോടെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീഹാരം ബഡ് സ്കൂൾ തുറന്നതോടെ പഞ്ചായത്തിന്റെ സ്വപ്നമാണ് പൂവണിഞ്ഞത്. ഗ്രാമപഞ്ചായത്തിലെ ശുദ്ധജലക്ഷാമം ശാശ്വതമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മണച്ചാലിൽ 64 ഏക്കറിൽ കൃത്രിമ തടാകം നിർമ്മിക്കുന്നതിന്റെ രേഖകളെല്ലാം തയ്യാറാക്കി വരുന്നുണ്ട്. കൂടാതെ ജൽജീവൻ മിഷനിൽ നിന്ന് 45 കോടി രൂപ ചെലവ് ചെയ്ത തിരുവില്ലാമല ബൾക്ക് വാട്ടർ പദ്ധതിക്ക് അംഗീകാരം ലഭ്യമാക്കി ടെൻഡർ നടപടി സ്വീകരിച്ചു. ഈ മുറ്റം പദ്ധതിയിലൂടെ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി എളവള്ളി മാറി. കാക്കശ്ശേരിയിലെ ഇന്ദ്രാംചിറ നവീകരണത്തിലൂടെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ മികച്ച അമൃത് സരോവർ അംഗീകാരവും പഞ്ചായത്ത് നേടി. ആയുർവേദ ഡിസ്പെൻസറിയെ കേന്ദ്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. അതിൽ 5 സ്മാർട്ട് അങ്കണവാടികൾ ഉൾപ്പെടെ 25 അങ്കൺവാടി കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു. പോത്തൻകുന്നിൽ 2025 മാർച്ചിൽ പൂർത്തീകരിക്കാനിരിക്കുന്ന ഹെലിപ്പാഡാണ് അടുത്ത സ്വപ്ന പദ്ധതി. എളവള്ളി പഞ്ചായത്തിന് ലഭിച്ചത് കടലാസ് അവാർഡെന്ന് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി. വലിയ പ്രഖ്യാപനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പഞ്ചായത്തിലെ 90% ഗ്രാമീണ റോഡുകളും തകർന്ന നിലയിലാണ്. PMSSW, PWD റോഡുകൾ മാത്രമാണ് സഞ്ചാരയോഗ്യമായിട്ടുള്ളത്. 4200 കുടുംബങ്ങൾ ഉപഭോക്താക്കളായുള്ള ജലനിധി കുടിവെള്ള പദ്ധതിയിൽ തുടർച്ചയായി 5 വർഷവും കുടിവെള്ളത്തിനു പകരം ഉപ്പുവെള്ളം വിതരണം ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏക ഗ്രാമപഞ്ചായത്താണ് എളവള്ളി. ഇതുവരെയായും ഈ ഗൌരവമേറിയ വിഷയം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല.
ലൈഫ് പദ്ധതിക്ക് വേണ്ടി 3 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ ചിലവാക്കി എളവള്ളി പറക്കാട് വാങ്ങിയ 225 സെന്റ് ഭൂമി ഒന്നും ചെയ്യാതെ കാടുപിടിച്ച് കിടക്കുകയാണെന്നും സ്റ്റാൻലി പറഞ്ഞു. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് 3 വർഷം മുന്നേ ജില്ലാ പഞ്ചായത്ത് 2.25 ഏക്കർ ഭൂമി വാങ്ങുകയും അതിനുവേണ്ടി 1 കോടി രൂപ ചെലവഴിച്ചതുമാണ് എളവള്ളി പറക്കാട് എന്ന പ്രദേശത്ത്. ഇതുവരെയായിട്ടും ഗ്രാമപഞ്ചായത്തിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നുള്ളതാണ് ഇതിന്റെ അവസ്ഥ. കൊച്ചിൻ ഫ്രോണ്ടിയർ തോട് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുമെന്നും സർവേ നടത്തി അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ നടപടികൾ മുഴുവൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. ലക്ഷങ്ങൾ ചിലവഴിച്ച് മോടിപിടിപ്പിച്ച കിണറുകൾ ആർക്കും ഉപകാരമില്ലാതെ കാടുപിടിച്ച് കിടക്കുകയാണ്. ഗ്രാമവണ്ടി ദിവസം 4000 രൂപ, വർഷത്തിൽ 15 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും ചിലവാക്കിയാണ് നടത്തുന്നത്. 2 വർഷം മുൻപ് പണി കഴിഞ്ഞ സാംസ്കാരിക നിലയവും വനിതകൾക്കുള്ള സ്വയം പരിശീലന കേന്ദ്രവും പ്രവർത്തന സജ്ജമാക്കാൻ സാധിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. സാംസ്കാരിക നിലയം 3 വർഷം മുന്നേ പണി കഴിഞ്ഞു, ഇതേവരെ പ്രവർത്തനമാക്കാൻ സാധിച്ചിട്ടില്ല. വനിതകൾക്കുള്ള പരിശീലന കേന്ദ്രം പണി കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും തന്നെ ചെയ്യാതെ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി വാർത്ത സൃഷ്ടിച്ചതിനുള്ള അവാർഡാണ് എളവള്ളി പഞ്ചായത്തിന് നൽകേണ്ടതെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. കടലാസിൽ മാത്രം കുറെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവാർഡ് വാങ്ങുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏർപ്പെടുത്തിയ സ്വരാജ് മാധ്യമ പുരസ്കാരം 24 ചീഫ് റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്തിന്. മന്ത്രി MP രാജേഷാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. ഗുരുവായൂർ നഗരസഭയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയെക്കുറിച്ചുള്ള വാർത്തയാണ് പുരസ്കാരത്തിന് അർഹമായത്. ഈ മാസം 19-ന് ഗുരുവായൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. നിലവിൽ 24 ന്യൂസ് വയനാട് റിപ്പോർട്ടറാണ് സുർജിത്. കുന്നംകുളത്ത് ദേശാഭിമാനിയുടെ റിപ്പോർട്ടറായി മാധ്യമപ്രവർത്തനം ആരംഭിച്ച സുർജിത് CCTVയുടെ ന്യൂസ് എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള വിഷൻ, റിപ്പോർട്ടർ, ന്യൂസ് 18 ചാനലുകളിലും പ്രവർത്തിച്ച ശേഷമാണ് 24 ന്യൂസിൽ എത്തിയത്. ജനശ്രദ്ധയാകർഷിക്കുന്ന റിപ്പോർട്ടുകളിലൂടെ നിരവധി പുരസ്കാരങ്ങൾ ഇതിനു മുമ്പും സുർജിത് സ്വന്തമാക്കിയിട്ടുണ്ട്. സ്വരാജ് മാധ്യമ പുരസ്കാരങ്ങളാണ്. ദൃശ്യ മാധ്യമ വിഭാഗത്തിൽ 24 ന്യൂസിലെ ചീഫ് റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്ത്. വിഷയം മാലിന്യ കൂമ്പാരം പാർക്കായി മാറിയത് ഗുരുവായൂരിലെ. കടവല്ലൂർ ശ്രീമുത്തി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ചൊവ്വാഴ്ച ആഘോഷിക്കും. രാവിലെ വിശേഷാൽ പൂജകൾ നടക്കും. തുടർന്ന് മഞ്ഞൾപ്പറ ഉണ്ടാകും. ശേഷം പൂരം വരവ് നടക്കും. 15ഓളം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. താലപ്പൊലി ആഘോഷം ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ CCTV പ്രാദേശികം ചാനൽ നമ്പർ 49-ൽ തത്സമയം സംപ്രേഷണം ചെയ്യും. കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമുള്ള സംസ്ഥാന കമ്മിറ്റി വാഹന പ്രചരണ ജാഥയ്ക്ക് കുന്നംകുളം നഗരത്തിൽ സ്വീകരണം നൽകി. CPIM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ KATU സംസ്ഥാന സെക്രട്ടറി M രാമചന്ദ്രൻ ഗുരുക്കൾ, വൈസ് ക്യാപ്റ്റൻ KATU സംസ്ഥാന ട്രഷറർ NP സുരേഷ് കുമാർ, ജാഥ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 19-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനം കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 20-നാണ് സെക്രട്ടേറിയറ്റ് മാർച്ച്. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. പാരമ്പര്യ വൈദ്യമേഖലയെ സംരക്ഷിക്കുക, നാട്ടുവൈദ്യ കൌൺസിൽ രൂപീകരിക്കുക, പാരമ്പര്യ വൈദ്യന്മാർക്കും കളരി ഗുരുക്കന്മാർക്കും രജിസ്ട്രേഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. CPIM ഭരിക്കുന്ന പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ. ചുണ്ടൽ പഞ്ചായത്ത് ഓഫീസിലേക്കാണ് കർഷക തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ നടപടികളിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കർഷക തൊഴിലാളികളും ബഹുജനങ്ങളും ചേർന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ചൂണ്ടൽ പഞ്ചായത്തിലെ വിധവകൾക്കും അവിവാഹിതരായ സ്ത്രീകൾക്കും ലഭിച്ചുവന്നിരുന്ന പെൻഷൻ സെക്രട്ടറിയുടെ ഡിജിറ്റൽ സൈൻ ചെയ്യാത്തതുമൂലം മുടങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. പഞ്ചായത്ത് പരിധിയിലെ ഏകദേശം 600ഓളം ഗുണഭോക്താക്കൾക്കും പെൻഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൂടാതെ കെട്ടിടങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുക എന്നതും പ്രതിഷേധത്തിന് കാരണമാണ്. പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നതിൽ കാലതാമസം വരുത്തുന്നതുവഴി ജനങ്ങളെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ തിരിച്ചുവിടാനുള്ള
ഗൂഢശ്രമമാണ് പഞ്ചായത്ത് സെക്രട്ടറി ലക്ഷ്യം വെക്കുന്നതെന്നാരോപിച്ചാണ് ഭരണം നടത്തുന്ന പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്താൻ കർഷക തൊഴിലാളി യൂണിയൻ നിർബന്ധിതമായത്. കേച്ചേരി വായനശാല പരിസരത്തു നിന്നും പെൻഷൻ ഗുണഭോക്താക്കളുടെയും കർഷക തൊഴിലാളികളുടെയും ബഹുജനങ്ങളുടെയും നേതൃത്വത്തിൽ പ്രകടനമായി പ്രവർത്തകർ പ്രതിഷേധിക്കാനെത്തി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുന്നംകുളം പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടത്തിയ ധർണ കർഷക തൊഴിലാളി യൂണിയൻ കുന്നംകുളം ഏരിയ സെക്രട്ടറി MB പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ മേഖലാ പ്രസിഡന്റ് CA ഗോപി അധ്യക്ഷനായി. CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, കർഷക തൊഴിലാളി യൂണിയൻ നേതാക്കളായ VK ഹരിദാസ്, AV സത്യൻ എന്നിവർ സംസാരിച്ചു. യഥാസമയം സാക്ഷ്യപത്രം സമർപ്പിച്ചിട്ടും ഡിജിറ്റൽ സൈൻ ചെയ്യാതെ പെൻഷൻ നിഷേധിച്ച പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും 600 പേരുടെ പെൻഷൻ തുകയായ 10 ലക്ഷം രൂപ സെക്രട്ടറിയിൽ നിന്നും ഈടാക്കി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഒപ്പിട്ട നിവേദനം പ്രതിഷേധക്കാർ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിന് സമർപ്പിച്ചു. എരുമപ്പെട്ടി മുരിങ്ങത്തേരി കോട്ടക്കുന്നിൽ തീപിടുത്തം. മേച്ചിൽപ്പുറത്ത് രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ആദ്യം സംഭവം അറിഞ്ഞത്. 5 ഏക്കറോളം സ്ഥലത്തെ പാഴ്മരങ്ങളും കുറ്റിച്ചെടികളും അഗ്നിക്കിരയായി. പഞ്ചായത്ത് മെമ്പർ NP അജയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും വനം വകുപ്പ് ജീവനക്കാരും ചേർന്ന് 3 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീയണച്ചത്. നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറി ചുമർ തകർത്തു. ഡ്രൈവർക്ക് പരിക്കേറ്റു. ആളൂർ കാഞ്ഞങ്ങാട്ട് കയറ്റത്തിന് സമീപത്താണ് ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി ചുമർ തകർത്തത്. കാഞ്ഞങ്ങാട്ട് ഗീതയുടെ വീടിന്റെ ചുമരാണ് തകർന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:45ഓടെയായിരുന്നു അപകടം. ആളൂർ തിരുത്തിയിലേക്ക് പോകുന്ന വഴിയിലൂടെ കുത്തനെയുള്ള ഇറക്കത്തിലൂടെ വരുന്നതിനിടെയാണ് ടാങ്കർ ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ ലോറി ഡ്രൈവർ ആലപ്പുഴ ചെറുവാരണം സ്വദേശി കോലത്തുള്ളി വീട്ടിൽ അംബികൻ മകൻ അരുണിനെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ മേഖലയിൽ നിന്ന് ശുചിമുറി മാലിന്യം ശേഖരിച്ചു വന്നിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ബാലകലോത്സവം നടന്നു. 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബാലകലോത്സവം സംഘടിപ്പിച്ചത്. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായാണ് പഞ്ചായത്ത് പരിധിയിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബാലകലോത്സവം അരങ്ങേറിയത്. ശനിയാഴ്ച ഓഫ് സ്റ്റേജ് മത്സരങ്ങളായ ചിത്രരചന, കഥ, കവിത, ഉപന്യാസം എന്നീ രചനാ മത്സരങ്ങളും മെഹന്തി മത്സരവും നടന്നു. ഞായറാഴ്ച സ്റ്റേജിനങ്ങളായ ലളിതഗാനം, നാടൻപാട്ട്, മാപ്പിളപ്പാട്ട്, കവിതാലാപനം, മിമിക്രി, മോണോ ആക്ട്, പ്രസംഗം, ഗ്രൂപ്പിനങ്ങളായ സംഘഗാനം, ദേശഭക്തിഗാനം, ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയ ഇനങ്ങളിലുമാണ് മത്സരങ്ങൾ നടന്നത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 5 വയസ്സിന് മുകളിലും 15 വയസ്സിനു താഴെയുള്ള കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്. LP, UP, ഹൈസ്കൂൾ എന്നിങ്ങനെ 3 വിഭാഗത്തിലാണ് മത്സരങ്ങൾ നടത്തിയത്. മത്സരങ്ങളിൽ വിജയിച്ച കലാപ്രതിഭകൾക്കുള്ള സമ്മാനദാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, ശരത് രാമനുണ്ണി, രമാബാബു, KK ജയന്തി, ഷീബാചന്ദ്രൻ, രാജി വേണു, ICDS ഓഫീസർ സുനന്ദി എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി വർക്കർമാർ, ഹെൽപ്പർമാർ തുടങ്ങിയവർ ബാലകലോത്സവത്തിന് നേതൃത്വം നൽകി. പാർപ്പിടം, കൃഷി, തൊഴിൽ, ഗ്രാമവികസനം, യുവജനക്ഷേമം, ആരോഗ്യം എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകി എരുമപ്പെട്ടി പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. 2025-26 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ സെമിനാർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളിക്ക് നൽകി കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ തിരുവാതിര വാണ്യത്തിന്റെ ഭാഗമായി നടത്തിയ ചങ്ങായിക്കുറിയിൽ നിന്ന് ലഭിച്ച തുക പഞ്ചായത്തിലെ അർഹരായ ഡയാലിസിസ് രോഗികൾക്ക് വിതരണം ചെയ്തു. കാട്ടകാമ്പാൽ ക്ഷേത്ര മൈതാനിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർക്ക് VP സണ്ണി തുക കൈമാറി. വാണ്യദിനത്തിൽ നടത്തിയ ചങ്ങായിക്കുറിയിൽ 35,000 രൂപയാണ് വാണ്യസമിതി സമാഹരിച്ചത്. പണ്ടുകാലത്ത് ഒരു കുടുംബത്തിന് അത്യാവശ്യം വരുമ്പോൾ
നാട്ടിലുള്ളവർ ചേർന്ന് നടത്തിയിരുന്ന ധനസമാഹരണമാണ് ചങ്ങായിക്കുറി. പഞ്ചായത്തിലെ 14ഓളം ഡയാലിസിസ് രോഗികൾക്കാണ് 35,000 രൂപ വീതിച്ച് നൽകിയത്. ചടങ്ങിൽ വാണ്യസമിതി പ്രസിഡന്റ് MK സോമൻ അധ്യക്ഷത വഹിച്ചു. TM ഷിബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. NK അശോകൻ സ്വാഗതവും PC ബിനോയ് നന്ദിയും പറഞ്ഞു. വാണ്യസമിതി അംഗങ്ങളും ആശാപ്രവർത്തകരും ചേർന്ന് അർഹരായ ഡയാലിസിസ് രോഗികളുടെ വീട്ടിലെത്തി സഹായ വിതരണം നടത്തി. എരുമപ്പെട്ടി നെല്ലുവായി പട്ടാമ്പി റോഡ് മുരിങ്ങത്തേരിയിൽ ബൈക്കിൽ നിന്നും വീണ് യുവാവിന് പരിക്കേറ്റു. നെല്ലുവായി മുരിങ്ങത്തേരി വീട്ടിൽ വിജയനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 10:30 അപകടം. പരിക്കേറ്റ വിജയനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചുണ്ടൽ തായങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾക്ക് തുടക്കമായി. തായങ്കാവ് മണികണ്ഠൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് AV വല്ലഭൻ അധ്യക്ഷനായി. ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗം NS ജിഷ്ണു, കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ, മേലേക്കാവ് ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് VT ശരത്, തായങ്കാവ് ദേവസ്വം ജൂനിയർ ഓഫീസർ VT ധന്യ, മാതൃസമിതി പ്രസിഡന്റ് P രാജേശ്വരി, ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ലക്ഷ്മി നാരായണൻ, വൈസ് പ്രസിഡന്റ് M മനോഹരൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം തായങ്കാവ് ധ്വനി കലാവേദിയുടെ നേതൃത്വത്തിൽ വിവിധ നൃത്യങ്ങളും തിരുവാതിരക്കളിയും അരങ്ങേറി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് GCC ക്ലബ്ബ് ചാലിശ്ശേരിയും മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തിവന്ന രണ്ടാമത് അഖില കേരള സെവൻസ് ഫ്ലഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിൽ ബോയ്സ് ഓൺ തവനൂർ ജേതാക്കളായി. വാശിയേറിയ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് തവനൂർ ടീം പുലിക്കോട്ടിൽ കുര്യപ്പൻ കുഞ്ഞൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫി കരസ്ഥമാക്കിയത്. വിന്നേഴ്സ് ടീമിനുള്ള ട്രോഫിയും ഫൈനലിൽ ആദ്യവും അവസാനവും ഗോളടിച്ച കളിക്കാരനുള്ള ക്യാഷ് പ്രൈസും PK ജിജു എറണാകുളം, വിന്നേഴ്സ് ക്യാഷ് പ്രൈസ് GCC UAE ഭാരവാഹികളും സമ്മാനിച്ചു. റണ്ണേഴ്സ് ട്രോഫിയും ക്യാഷ് പ്രൈസും ഷാജഹാൻ നാലകത്ത്, ബേക്കിംഗ് ഷെഫീർ എന്നിവർ സമ്മാനിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജില്ലാ സംസ്ഥാന തലത്തിൽ കായികമേളയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ടൂർണമെന്റിലെ മികച്ച കളിക്കാരെയും ബോൾ ബോയ്സ് അംഗങ്ങളെയും ഹൈദർബാവ മദപ്പുള്ളി, വിജി കൊള്ളന്നൂർ, നാസർ പാറമേൽ, CM സജീവൻ, സജീഷ്, സലിം എന്നിവർ ചേർന്ന് ആദരിച്ചു. ഫൈനലിൽ മുൻ MLA TP കുഞ്ഞുണ്ണി, പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ, PK ജിജു എറണാകുളം, ബേക്കിംഗ് ഷമീർ, വിനോദ് വട്ടേക്കാട് എന്നിവരും GCC മഹാത്മാ ഭാരവാഹികൾ എന്നിവർ വിശിഷ്ടാതിഥികളായി ടീമംഗങ്ങളെ പരിചയപ്പെട്ടു. GCCയുടെ കുഞ്ഞ് ആരാധകൻ ആരവിന് വോളിബോൾ കോച്ച് നാസർ പാറമേൽ GCCയുടെ പേരെഴുതിയ വെള്ളി കൈച്ചെയിൻ സമ്മാനിച്ചു. ടൂർണമെന്റിന് സംഘാടക സമിതി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ, കൺവീനർ ഷാജഹാൻ നാലകത്ത്, ട്രഷറർ ജിജു ജേക്കബ്, കോർഡിനേറ്റർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നേരിന്റെ മാതൃക തീർക്കുന്ന വിദ്യാർത്ഥികൾക്ക് സത്യസന്ധതാ പുരസ്കാരവുമായി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാലയ പരിസരത്ത് നിന്നും കളഞ്ഞുകിട്ടുന്ന പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും ഏൽപ്പിക്കുന്ന കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ആദരം നൽകുന്നത്. 60 വിദ്യാർത്ഥികളും 2 അധ്യാപകരുമാണ് ഈ വർഷം അംഗീകാരത്തിന് അർഹരായത്. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OSC അധ്യക്ഷനായ അനുമോദന യോഗത്തിൽ നാഷണൽ ഹോഴ്സ് റൈഡിംഗ് മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ കേഡറ്റ് തൃശൂർ കേരളവർമ്മ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥി ഗായത്രി കൃഷ്ണകുമാർ മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OSC സ്വാഗതവും അധ്യാപകൻ VM ജിഷ്ണു നന്ദിയും പറഞ്ഞു. വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയത്തിലെ ഫാദർ മെമ്മോറിയൽ ക്ലബിന്റെ ചാരിറ്റിയുടെ 12ാമത് വാർഷിക യോഗവും 8ാമത് മാനവസേവാ അവാർഡ് ദാനവും നടത്തി. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ഉദ്ഘാടനം ചെയ്തു. FKM പ്രസിഡന്റ്
VJ ബാബു അധ്യക്ഷനായിരുന്നു. സിനിമാ താരം ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായി. സീഡ് ചാരിറ്റി ഡയറക്ടർ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ CMI മാനവസേവാ അവാർഡ് നൽകി ആദരിച്ചു. പൊതുപ്രവർത്തകൻ ഷക്കീർ അണ്ടിക്കൂട്ടിലിനെ സ്നേഹാദരവ് നൽകി. വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു, മദർ സുപ്പീരിയർ സിസ്റ്റർ ലിൻസി ജോസ് FCC, വാർഡ് മെമ്പർ പ്രീതി ബാബു, കൈകാരൻ VV ജോസ് എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറി നോയൽ ആൻഡ്രൂ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ജോൺ ജോസഫ് വാർഷിക കണക്ക് അവതരിപ്പിച്ചു. പ്രോഗ്രാം കൺവീനർ TA ഡേവിഡ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് VK ബാബു നന്ദിയും പറഞ്ഞു. ഓരോ വർഷവും 15 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് FKM ചെയ്തുവരുന്നത്. ജാതിമത ഭേദമന്യേ 100 വൃക്കരോഗികൾക്കുള്ള ഡയലൈസർ 2 മാസം വീതം ഇടവിട്ട് നൽകി വരുന്നുണ്ട്. 2 സ്നേഹഭവനങ്ങൾ നിർമ്മിച്ചു നൽകുകയും വിവാഹം, വിദ്യാഭ്യാസം, ചികിത്സാ സഹായങ്ങളും നൽകി വരുന്നുണ്ട്. പുന്നയൂർ K. കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഷുഹൈബ് കൃപേഷ് ശരത്ലാൽ അനുസ്മരണ ദിനാചരണം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. മന്നലാംകുന്ന് കരുണാഭവനിൽ രാവിലെ നടന്ന യോഗത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ ബിനേഷ് വലിയകത്ത് അധ്യക്ഷനായി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കമറുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മെമ്പർമാരായ അസീസ് മന്നലാംകുന്ന്, മുജീബ് റഹ്മാൻ അഗലാട്, പുന്നയൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് സയ്യിദലവി, ഷാജഹാൻ ഹാജിയരകത്ത്, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി KK ഷുക്കൂർ, ചാവക്കാട് ഭൂപണയ ബാങ്ക് ഡയറക്ടർ യൂസുഫ് തണ്ടിത്തുറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. KH നൌഫീർ, ഷിഹാബ് പടിഞ്ഞാറയിൽ, അലി കർത്ത, ബക്കർ തേച്ചൻപുരയ്ക്കൽ, ഷംറൂദ് പടിഞ്ഞാറയിൽ, ഹുസൈൻ തേക്കാത്ത് എന്നിവർ നേതൃത്വം നൽകി. ജനറൽ കൺവീനർ സുൽത്താൻ സ്വാഗതവും ട്രഷറർ അലി തണ്ണിത്തുറയ്ക്കൽ നന്ദിയും പറഞ്ഞു. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ദിനം ആചരിച്ചു. തെക്കൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന N. ശ്രീധരൻ ദിനമായ ഫെബ്രുവരി 17-നാണ് പതാക ദിനാചരണം സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ എല്ലാ പാർട്ടി ഓഫീസുകളിലും പ്രധാന കേന്ദ്രങ്ങളിലും സമ്മേളന സന്ദേശമുയർത്തി പതാക ഉയർത്തി. ചിറ്റാറ്റുകരയിൽ നടന്ന പതാക ദിനാചരണം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. CF രാജൻ, കൃഷ്ണൻ തുപ്പത്ത്, AC രമേശ്, PR ബിനേഷ്, KK മനോജ് എന്നിവർ സംസാരിച്ചു. 2025 മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്താണ് പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പന്നിത്തടം സെന്ററിൽ നടന്ന പരിപാടിയിൽ CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ് പതാക ഉയർത്തി. CPIM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി അംഗം V. ശങ്കരനാരായണൻ, CPIM പന്നിത്തടം ബ്രാഞ്ച് സെക്രട്ടറി മുജീബ് റഹ്മാൻ, വർഗ ബഹുജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. എരുമപ്പെട്ടി സെന്റർ ബ്രാഞ്ചിൽ നടന്ന പരിപാടിയിൽ ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് പതാക ഉയർത്തി. എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽ മണി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PT ദേവസി, PB ബിബിൻ, KK യോഗേഷ്, സുമന സുഗതൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി ലോക്കൽ അതിർത്തിയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പാർട്ടി ഓഫീസിലും പ്രധാന കേന്ദ്രങ്ങളിലും സംസ്ഥാന സമ്മേളനത്തിന്റെ സന്ദേശമുയർത്തി പതാക ഉയർത്തി. പാർട്ടി ഓഫീസിൽ ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ പതാക ഉയർത്തി. KR ബിനോഷ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി AA മണികണ്ഠൻ സ്വാഗതവും KK സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. PC ചന്ദ്രൻ, AY ഹമീദ്, AK സത്യൻ, പുഷ്പലത, ജിഷ്ണു എന്നിവർ പങ്കെടുത്തു. അപകടത്തിൽപ്പെട്ടവരെ എത്രയും വേഗം ആശുപത്രികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 2000-ൽ തൃശൂർ ആസ്ഥാനമാക്കി ഫാദർ ഡേവിസ് ചിറമലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആക്സ് എന്ന ജനകീയ ജീവകാരുണ്യ പ്രസ്ഥാനത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആക്സ് കേച്ചേരി ബ്രാഞ്ച് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷന്റെ ഭാഗമായി മുൻ വർഷത്തെ പ്രവർത്തനങ്ങൾ അവലോകനം നടത്തുകയും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന കൺവെൻഷൻ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ആക്സ് കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VA കൊച്ചുലാസർ അധ്യക്ഷനായി. ജീവകാരുണ്യ പ്രവർത്തകൻ കോതേടത്ത് അപ്പുനായർ മുഖ്യാതിഥിയായി. ആക്സ് ജില്ലാ സെക്രട്ടറി AF ജോണി, കേച്ചേരി ബ്രാഞ്ച് സെക്രട്ടറി MM മുഹസിൻ, ബ്രാഞ്ച് ട്രഷറർ MK മുഹമ്മദ് ബഷീർ, കൺവീനർ AJ ജോൺ, വൈസ് പ്രസിഡന്റുമാരായ CT ജെയിംസ്, VH ഷാഹുൽ ഹമീദ്, ജോയിന്റ് സെക്രട്ടറി CT റോഷൻ കുമാർ, മാനേജർ MK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച ദിവംഗതനായ ആർത്താറ്റ് കുന്നംകുളം സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളി ഇടവകാംഗവും തൃശൂർ സെന്റ് പീറ്റേഴ്സ് സിംഹാസനപ്പള്ളി വികാരിയുമായ ഫാദർ നിജോ P. തമ്പി കശീശയ്ക്ക് നാടിന്റെ യാത്രാമൊഴി. സംസ്കാര ശുശ്രൂഷകൾ ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളിയിൽ നടന്നു. തിങ്കളാഴ്ച രാവിലെ തൃശൂരിലെ സ്വഭവനത്തിൽ വെച്ച് പ്രഭാത നമസ്കാരവും 4-ാം ക്രമം ശുശ്രൂഷയും നടത്തിയിരുന്നു. തുടർന്ന് മൃതദേഹം വിലാപയാത്രയായി അദ്ദേഹം വികാരിയായി സേവനം ചെയ്യുന്ന തൃശൂർ SN പാർക്ക് സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെത്തിച്ചു.
വൈദികൻ ശുശ്രൂഷ നടത്തിയ പള്ളിയോടും മദ്ബഹയോടും യാത്ര പറഞ്ഞ നഗരി കാണിക്കലിന് ശേഷം മാതൃഇടവകയായ ആർത്താറ്റ് സെന്റ് മേരി സിറിയൻ സിംഹാസന പള്ളിയിലെത്തി. തുടർന്ന് എട്ടാക്രമ ശുശ്രൂഷകൾ നടത്തി മദ്ബഹയോടും പള്ളിയോടും വിടവാങ്ങൽ നടത്തി. പള്ളിക്ക് ചുറ്റും നഗരി കാണിക്കൽ നടത്തിയതിനു ശേഷം വൈദികർക്കായി ഒരുക്കിയ പ്രത്യേക സ്ഥലത്ത് കല്ലറയിൽ അടക്കം ചെയ്തു. അനുസ്മരണവും നടത്തി. ശുശ്രൂഷകൾക്ക് സിംഹാസനപ്പള്ളികളുടെ അധിപൻ കുര്യാക്കോസ് മോർ ദിയസ് കോറസ്, തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലീമിസ്, മഞ്ഞിനിക്കര ദൈറാധിപൻ ഗീവർഗീസ് മോർ അത്താനാസിയോസ് എന്നീ മെത്രാപ്പൊലീത്തമാർ കാർമ്മികത്വം വഹിച്ചു. റമ്പാൻമാർ, കോറെപ്പിസ്കോപ്പമാർ, വൈദികർ എന്നിവർ ശുശ്രൂഷകളിൽ സഹകാർമ്മികരായി. വൈദികനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ നൂറുകണക്കിന് വിശ്വാസികളാണ് പള്ളിയിലെത്തിയത്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരമർപ്പിക്കാൻ പള്ളിയിലെത്തി. കുന്നംകുളം തെക്കേ അങ്ങാടിയിലെ പുലിക്കോട്ടിൽ തമ്പി കൊച്ചുമേരി ദമ്പതികളുടെ മകനായാണ് ജനനം. MJD സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്നും ബിരുദവും കരസ്ഥമാക്കി. പുണ്യശ്ലോകനായ കുര്യാക്കോസ് മോർ യൂലിയോസ് മെത്രാപ്പൊലിത്തയിൽ നിന്നും 2004 ഓഗസ്റ്റ് 17 വൈദിക പട്ടം സ്വീകരിച്ചു. പുണ്യശ്ലോകനായ ബെന്യാമിൻ മോർ ഒസ്താത്തിയോസ് മെത്രാപ്പൊലിത്തയുടെ സെക്രട്ടറിയായും ആർത്താറ്റ് സെന്റ് മേരി സിറിയൻ സിംഹാസനപ്പള്ളി, പാറന്നൂർ സെന്റ് മേരീസ് പള്ളി, പഴയന്നൂർ മർത്താമറിയം സിംഹാസനപ്പള്ളി, മണ്ണാർക്കാട് ചേറുകുളം മോർ ഗ്രിഗോറിയോസ് പള്ളി തുടങ്ങിയ ദേവാലയങ്ങളിലും വികാരിയായി സേവനം അനുഷ്ഠിച്ചു. ഏറെ സൗമ്യതയും സ്നേഹവും പ്രകടിപ്പിച്ചിരുന്ന ഈ യുവ വൈദികൻ കുന്നംകുളത്തിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയാണ് അകാലത്തിൽ വിട പറയുന്നത്. സുമി ഭാര്യയും റിയ മകളുമാണ്. യൂത്ത് കോൺഗ്രസ് പുന്നയൂർകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ്, കൃപേഷ്, ശരത് ലാൽ അനുസ്മരണം നടത്തി. അണ്ടത്തോട് സെന്ററിൽ നടത്തിയ അനുസ്മരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് റയീസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും വടക്കേക്കാട് ബ്ലോക്ക് സെക്രട്ടറിയുമായ NR ഗഫൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വെസ്റ്റ് മണ്ഡലം മുൻ പ്രസിഡന്റ് രാജൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ കമറുദ്ദീൻ, ഷാഹിദ് കൊപ്പര, യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ഫത്താഹ് മന്നലാംകുന്ന്, റാഫി മാലിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് CU മുസ്തഫ സ്വാഗതവും യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി നസീർ പുതുപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്നും തിരുനാവായ പാത യാഥാർത്ഥ്യമാക്കണമെന്നും കേരള NGO യൂണിയൻ ചാവക്കാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ചാവക്കാട് നഗരസഭാ ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TP ഷദീദ് അധ്യക്ഷനായി. EC ശ്രീജിത്ത് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ES ശ്രീകാന്ത് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി അവസാനിപ്പിക്കുക, PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പാക്കുക തുടങ്ങി 10 പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. പുതിയ ഭാരവാഹികളായി അമീർ അലി NK പ്രസിഡന്റ്, PS നൌഷാദ് സെക്രട്ടറി, EC ശ്രീജിത്ത് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ജില്ലാതല സൗന്ദര്യ പ്രദർശന മത്സരം ഫെബ്രുവരി 21 എരുമപ്പെട്ടിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സ്കൈ ഓഡിറ്റോറിയത്തിലാണ് മത്സരം. തൃശൂർ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷനും MR ഫിറ്റ്നസ് സെന്ററും സംയുക്തമായാണ് ജില്ലാ തലത്തിൽ മിസ്റ്റർ ആൻഡ് മിസ് സൗന്ദര്യ മത്സരം സംഘടിപ്പിക്കുന്നത്. 10ഓളം വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുന്നത്. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ അധ്യക്ഷനാകും. കേരള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് പ്രസിഡന്റ് സത്താർ ആദൂർ, മിസ്റ്റർ ഇന്ത്യ ഇന്റർനാഷണൽ ബോഡി ബിൽഡർ സനീഷ് സഹദേവൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ MM സലി, വാർഡ് മെമ്പർ MC ഐജു, M പണിക്കർ, മുജീബ് റഹ്മാൻ എന്നിവർ പങ്കെടുക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ AA മുഹമ്മദ് റാഫി, AS പ്രശാന്ത്, MP മുഹമ്മദ് സുൽത്താൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ എരുമപ്പെട്ടിയിൽ തന്നെ ആദ്യമായിട്ടും MR ഫിറ്റ്നസിന്റെ ഫസ്റ്റ് ഈ കോമ്പറ്റീഷൻ നടത്തുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന കിഡ്സ് മുതൽ മാസ്റ്റേഴ്സ് വരെ, അതിൽ വുമൻസ് ഫിസിക്കും മോം ഫിസിക്കും ഉണ്ടാകുന്നതാണ്. അതിൽ 10ലേറെ കാറ്റഗറീസ് ഉണ്ടാവും. ഇപ്പോഴത്തെ തലമുറ നമുക്ക് മാറ്റം വരുത്തണം. ഫിറ്റ്നസ് ബോഡി നമ്മൾ ഒരുപാട് ചേഞ്ച്, ഇപ്പോൾ പല ഡോക്ടേഴ്സും പറയാറുണ്ട് നമ്മളെ ബോഡി കറക്റ്റ് ഫിറ്റ്നസ് നോക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് അസുഖം ഇല്ലാണ്ട് പോവാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു ബോഡി ബിൽഡിംഗ് നമ്മൾ കൊണ്ടുവരാനുള്ളൊരു ഉദ്ദേശമാണ് നമ്മളെ MR ഇന്റർനാഷണൽ ഫിറ്റ്നസ് സെന്റർ ഉദ്ദേശിക്കുന്നത്. ഈ വരുന്ന ഫെബ്രുവരി 21 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കാണ്. വിപണി. നേത്രചികിത്സാ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി കുന്നംകുളത്ത് ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു. നേത്ര സംരക്ഷണ രംഗത്ത് നൂതന സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളുമായാണ് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം
ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം നിയോജകമണ്ഡലം MLA AC മൊയ്തീൻ നിർവഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ആര്യ ഐ കെയർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മിനുദത്ത് KV, ACCE മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സിജു രവീന്ദ്രനാഥ്, ഡോക്ടർ സുർദാസ്, ആര്യ ഐ കെയർ ജനറൽ മാനേജർ RK നവീൻ, IMA കുന്നംകുളം സെക്രട്ടറി ഡോക്ടർ റോബർട്ട് തമ്പി, മിമിക്രി കലാകാരൻ മഹേഷ് കുഞ്ഞുമോൻ, ആര്യ ഐ കെയർ HR മാനേജർ സന്തോഷ് കുമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മഹേഷ് കുഞ്ഞുമോന്റെ സ്റ്റേജ് ഷോയും ഉണ്ടായിരുന്നു. കണ്ണ് സംരക്ഷണത്തിന്റെ പൂർണ്ണമായ എല്ലാ ചികിത്സാ രീതികളും ഇവിടെ ലഭ്യമാണ്. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, മെഡിക്കൽ റെറ്റിന ആൻഡ് വിട്രിയോ റെറ്റിനൽ സർജറി, അരിമ്പാറ പാലുണ്ണി തടിപ്പുകൾ നീക്കം ചെയ്യൽ, കൂടാതെ കുട്ടികളുടെ നേത്രചികിത്സ, കോങ്കണ്ണ് ചികിത്സയും സർജറിയും, ഓപ്റ്റിക്കൽസ് ആൻഡ് കോൺടാക്ട് ലെൻസ് ക്ലിനിക് എന്നിവയെല്ലാം ലഭ്യമാണ്. ഗ്ലോക്കോമ രോഗനിർണയവും ചികിത്സയും, ഒക്യുലോപ്ലാസി ആൻഡ് കോസ്മെറ്റിക് സർജറി, ന്യൂറോ ഓഫ്താൽമോളജി, കോർണിയ ഡ്രൈ ഐ ക്ലിനിക് എന്നീ ചികിത്സകൾക്കൊപ്പം ഫാർമസിയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, കുന്നംകുളം. കടവല്ലൂർ സാന്ത്വനം സഹായ സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിക്കുന്നു. 22-ാം തീയതി ശനിയാഴ്ച രാവിലെ 10-ന് കല്ലുംപുറം വിദ്യാ റെസ്റ്റോറന്റ് പാർട്ടി ഹാളിൽ ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാട് ക്ലാസ് നയിക്കും. വിപണി ഭവന നിർമ്മാണ മേഖലയിൽ 15 വർഷം പിന്നിട്ട എയാൽ ഇൻസൈറ്റ് ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി അനുമോദന സദസ്സും കുടുംബസംഗമവും നടത്തി. ഉപഭോക്താക്കളുടെ ബഡ്ജറ്റിനും മനസ്സിനിണങ്ങിയതുമായ ഭവന നിർമ്മാണത്തിന്റെ ഔദ്യോഗിക വർക്കുകൾ മുതൽ പാലുകാച്ചൽ വരെ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന കെട്ടിട നിർമ്മാണ കമ്പനിയാണ് ഇൻസൈറ്റ് ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി. ഞായറാഴ്ച വൈകിട്ട് കുന്നംകുളം കൊമേഴ്സ് സർക്കിൾ ഹാളിൽ നടന്ന അനുമോദന യോഗം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ മേഖലയിലാണെങ്കിലും 15 വർഷത്തിനുള്ളിൽ 360-ലധികം ഭവനങ്ങൾ നിർമ്മിച്ചതിലൂടെ നിരവധി പേർക്ക് തൊഴിൽ നൽകിയ സ്ഥാപന ഉടമ ഹരിയെ ചെയർപേഴ്സൺ അഭിനന്ദിച്ചു. പഠനം കഴിഞ്ഞ് എല്ലാവരും വൈറ്റ് കോളർ ജോലി ആഗ്രഹിക്കുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധ്യമാവുകയില്ല. പക്ഷേ സ്വന്തമായി പഠിച്ച ആ പഠനം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും. ഇപ്പോൾ ഹരിയുടെ നേതൃത്വത്തിൽ 364 വീടുകൾ പൂർത്തീകരിച്ചു എന്നറിയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഈ 364 വീടുകൾ പണി കഴിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം ആളുകൾക്ക് അതിലൂടെ തൊഴിൽ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചെറിയ നിലയിൽ തുടങ്ങിയ കമ്പനിയുടെ വളർച്ച തന്റെ മാത്രം പ്രയത്നത്തിന്റെ മികവല്ലെന്നും ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ബലമാണെന്നും ഹരി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഏതാണ്ട് 364 വീടോളം നമ്മൾ ഈ ഘട്ടത്തിൽ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ 364ാമത്തെ വീട് എന്ന് പറയുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അതിന്റെ പാലുകാച്ചലുണ്ടായിരുന്നു.
ഇത്രയും കാലത്തിനിടയ്ക്ക് നമുക്ക് 364 വീടുകൾ പണിയാൻ സാധിച്ചു എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രം മേന്മയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിലെല്ലാവരും ഉൾപ്പെടുന്ന എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒരു സംഭവം ഉണ്ടാക്കി ചെയ്യാൻ പറ്റില്ല. പല ആൾക്കാരുടെയും സപ്പോർട്ടുകളും പല ആൾക്കാരുടെയും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചടങ്ങിൽ കമ്പനിയുടെ ലീഡർഷിപ്പ് അവാർഡ് രാഹുൽ രാജനും സ്റ്റാർ പെർഫോമർ അവാർഡ് ശ്രീഹരിക്കും ഇൻസൈറ്റ് കുടുംബാംഗമായിരുന്ന മോഹനന്റെ സ്മരണയ്ക്കായി നൽകുന്ന ബെസ്റ്റ് എംപ്ലോയി അവാർഡ് അനുരാഗ്, അഭിഷേക് എന്നിവർക്കും ചെയർപേഴ്സൺ സമ്മാനിച്ചു. പെൻകോ സൈഫുദ്ദീൻ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനെ ഉപഹാരം നൽകി ആദരിച്ചു. ഇൻസൈറ്റ് കുടുംബാംഗങ്ങൾ ഹരിയെയും ഉപഹാരം നൽകി ആദരിച്ചു. അനുമോദന സദസ്സിന് രാഹുൽ രാജ് സ്വാഗതവും സ്നേഹ നന്ദിയും പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നും ധ്വനി ഓർക്കസ്ട്രയുടെ ഗാനമേളയും ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ്, ശരത് ലാൽ, കൃപേഷ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി മനു ആന്റോ അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ.ജെ. ചാക്കോ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കെ.ആർ. മണികണ്ഠൻ, വി.എം. മനോജ്, അശ്വിൻ, ചാക്കോ, മുഹമ്മദ്, അമൻ, കോൺഗ്രസ് നേതാവായ എ.സി. ബാബു എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7,940 രൂപ, പവന് 63,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ചരമം വടക്കാഞ്ചേരി കുമ്പളങ്ങാട് പടിഞ്ഞാറേക്കര ചാഴിക്കുളം ചന്തുമകൻ ശങ്കുണ്ണി നിര്യാതനായി. 95 വയസ്സായിരുന്നു. സിസിടിവിയുടെ എരുമപ്പെട്ടിയിലെ ഓഡിയോ വിഷൻ കേബിൾ നെറ്റ്വർക്കിലെ ചീഫ് ടെക്നീഷ്യനായ ഭരതന്റെ പിതാവാണ് ശങ്കുണ്ണി. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11-ന് ചെറുതുരുത്തെ ശാന്തി തീരത്ത് നടക്കും. ശാന്ത, അരവിന്ദാക്ഷൻ, ബാലകൃഷ്ണൻ, വിജയൻ എന്നിവരാണ് മറ്റു മക്കൾ. രമണി, ലതിക, ശശിധ, സുനിത, പരേതനായ ചന്ദ്രൻ കണ്ടംപുള്ളി എന്നിവർ മരുമക്കളാണ്. കുന്നംകുളം അടുപ്പുട്ടി കൂട്ടിയാട്ടിൽ വീട്ടിൽ കുമാരൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. ശാരദയാണ് ഭാര്യ. ബിനു, ബിനീഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം അടുപ്പുട്ടി ശ്മശാനത്തിൽ നടന്നു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. അടുത്ത അധ്യയന വർഷത്തോടുകൂടി എല്ലാ വിദ്യാലയങ്ങളിലും പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിലുള്ള പ്രത്യേക പാഠപുസ്തകം നിർബന്ധമാക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി. അബ്ദുറഹ്മാൻ. കുന്നംകുളത്ത് ഗവൺമെന്റ് ബോയ്സ് സ്കൂളിന്റെ സ്ഥലത്ത് സജ്ജമാക്കിയ പ്രാക്ടീസ് ഗ്രൌണ്ടിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. സ്വരാജ് പുരസ്കാര മികവിൽ തദ്ദേശ സ്ഥാപനങ്ങൾ. നഗരസഭാ വിഭാഗത്തിൽ തുടർച്ചയായി 2ാം തവണയും ഗുരുവായൂരിന് അംഗീകാരം. ജില്ലയിൽ 4ാം തവണയും ഒന്നാമനായി എളവള്ളി പഞ്ചായത്ത്. മികച്ച ദൃശ്യമാധ്യമ പ്രവർത്തകനുള്ള സ്വരാജ് അവാർഡ് സുർജിത് അയ്യപ്പത്തിന്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ചൊവ്വാഴ്ച ആരംഭിക്കും. കുതിരവേലയാഘോഷം മാർച്ച് 2, 3, 4, 5 തീയതികളിൽ. പെരുമ്പിലാവിൽ ബാറിൽ സംഘർഷം, യുവാവിന് മർദ്ദനമേറ്റു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ യുവാവ് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. പ്രളയത്തിൽ തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിന് അനുവദിച്ച ഫണ്ട് സ്വന്തം ആവശ്യത്തിനായി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ ദുരുപയോഗം ചെയ്തതായി ആരോപണം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിനിടയാക്കി. വ്യാജ ലോട്ടറി തട്ടിപ്പ് വീണ്ടും. എളവള്ളി താമരപ്പള്ളിയിൽ വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകി വിൽപ്പനക്കാരനിൽ നിന്നും പണം തട്ടിയെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഒറ്റപ്പിലാവ് നീലിയാട്ടിൽ വീട്ടിൽ പഞ്ചാലിമണിയുടെ 1ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ